മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ ആരും നമ്മെ സ്നേഹിച്ചിട്ടില്ല. തൻ്റെ ഏകജാതനായ പുത്രനായ യേശുവിനെ നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതാണ് സ്നേഹം. പ്രാണനെ വെച്ചു കൊടുത്ത സ്നേഹം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മെ ആരും സ്നേഹിച്ചിട്ടില്ല. നമ്മുടെ മാതാപിതാക്കൾ നമ്മെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ യേശു സ്നേഹിച്ചതുപോലെ അവർക്കാർക്കും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇനി ആർക്കും കഴിയുകയുമില്ല. അവൻ തൻ്റെ പ്രാണനെ വെച്ചു കൊടുത്താണ് നമ്മെ സ്നേഹിച്ചത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മെ സ്നേഹിച്ച ദൈവത്തിന് നാം എന്ത് പകരം കൊടുക്കും? നാം തിരിച്ചു സ്നേഹിച്ചാൽ ദൈവം സ്നേഹിച്ചതിന് തുല്യമാകുമോ? എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമുക്കൊരു വചനം നൽകുകയാണ്. ദൈവം എന്താണ് ഇന്ന് പകൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. തിരുവചനം പറയുന്നു, വിശ്വസ്ത പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ. യിരെമ്യാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്തൊരു വചനമുണ്ട്. യഹോവേ, അങ്ങയുടെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നത്? നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് പകൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. എത്രത്തോളം നാം വിശ്വസ്തരാകണം? ഏതൊക്കെ മേഖലകളിൽ നാം വിശ്വസ്തരാകണം? ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിൽ, കരുതുന്നതിൽ, പരിപാലിക്കുന്നതിൽ വിശ്വസ്തരാകണം. നിങ്ങളുടെ തലമുറകളെ സ്നേഹിക്കുന്നതിൽ, വളർത്തുന്നതിൽ, പഠിപ്പിക്കുന്നതിൽ, അവരെ അച്ചടക്കത്തിലും അനുസരണത്തിലും കൃപയിലും വളർത്തുന്നതിൽ നാം വിശ്വസ്തരാകണം. ദൈവസഭയോടുള്ള ബന്ധത്തിൽ, ദൈവദാസന്മാരോടുള്ള ബന്ധത്തിൽ, ദൈവമക്കളോടുള്ള ബന്ധത്തിൽ, അവരെ ശുശ്രൂഷിക്കുന്നതിൽ, അവരെ നാം ചേർത്ത് നിർത്തുന്നതിൽ വിശ്വസ്തരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് പകൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. എത്രത്തോളം വിശ്വസ്തരായിരിക്കണം? തിരുവചനം പറയുന്നു, മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. ദൈവത്തിൻ്റെ ഗ്യാരണ്ടി. നീ വിശ്വസ്തനായാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. പിന്നെയും തിരുവചനം പറയുന്നുണ്ട്, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. ദൈവം നിങ്ങൾക്കൊരു സന്തോഷം തരും. ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തൊരു സന്തോഷം. വിശ്വസ്തത കാത്തു സൂക്ഷിച്ചാൽ ദൈവം നിങ്ങൾക്ക് തരും. നമ്മുടെ പിതാക്കന്മാരുടെ നിലവിളി തിരുവെഴുത്തിൽ നമുക്ക് കാണാം. യഹോവേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തന്മാർ കുറവാണ്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് നിങ്ങൾ ചെയ്യണം, വിശ്വസ്തയോടെ ചെയ്യണം. അതിന് ഇന്ന് പകൽ നിങ്ങൾക്ക് ചിലപ്പോൾ പ്രോത്സാഹനം കിട്ടുമായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവരെ അഭിനന്ദിച്ച്, ഒരു പക്ഷേ അത് ഒരു വചന ശുശ്രൂഷയാണെങ്കിൽ അത് എന്നോടുള്ള ദൈവശബ്ദമാണ്, അതൊരു പാട്ടാണെങ്കിൽ അതെൻ്റെ ഹൃദയത്തെ തൊട്ടു. നിങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ എന്തു തന്നെയായിരുന്നാലും അതിന് ചിലപ്പോൾ ഒരു ഫീഡ്ബാക്ക് ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചേക്കാം, ചിലപ്പോൾ ലഭിച്ചേക്കാം. എന്നാൽ ലഭിക്കാതെ വന്നാലും നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവം നമുക്കൊരു വചനം തന്നിരിക്കുക. മരണപര്യന്തം, ജീവപര്യന്തം നീ വിശ്വസ്തനായിരിക്കുക, ഞാൻ നിനക്ക് ജീവകിരീടം തരും. പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു വചനം മുൻപിലുണ്ടെങ്കിൽ നമുക്ക് ഓട്ടം ഓടാലേ. നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം ശക്തിയോടെ, സ്ഥിരതയോടെ നമുക്ക് ഓടാം. എന്നെ കാണുന്ന ഒരു ദൈവം, എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവം, എന്നോട് വാക്കു പറഞ്ഞൊരു ദൈവം എനിക്കുണ്ടല്ലോ. എൻ്റെ ദൈവം എൻ്റെ അധ്വാനത്തിന് പ്രതിഫലം നൽകുന്ന സമയങ്ങളുണ്ട്. ദൈവം ഇന്ന് പകൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക.
ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കും നിങ്ങൾ കാണും. വചനത്തോട് വിശ്വാസത്തോടെ പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.